അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പച്ചക്കറി കുറച്ച് ഏലത്തിൻ്റെ ഒക്കെ വിശേഷങ്ങളാണ് പറയണത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ ഏലമാണ് കേട്ടോ. ഏലം പൂവ് ഇട്ടിട്ടുണ്ട്. ഏലത്തിൻ്റെ അടിയിൽ ഒരുപാട് പൂവിനുള്ള ആ ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ. നിറയെ പൂവുണ്ട്. പക്ഷേ പൂവ് കൊണ്ട് വിരിഞ്ഞ് ഇതിൻ്റെ കായ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തൈയായിട്ടാവും ഞാനിത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മാസം ആവണുള്ളൂ, 4.5 മാസമായിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ വിചാരിക്കാത്തൊരു റിസൾട്ടാണ് ഇതിൽ നിന്ന് വന്നിട്ടുള്ളത്. നല്ല കരുത്തുള്ള തൈകളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു 3-3.5 മാസമായപ്പോൾ തന്നെ അതിൻ്റെ കായും പൂവുകളൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ അതിൻ്റെ തണലിനൊരു പപ്പായ മരം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ കരിമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കരിമ്പിൻ്റെ അടുത്തൊരു ഗ്രാമ്പൂവിൻ്റെ തൈയുണ്ട്. ഈ കരിമ്പ് നല്ല നീലക്കരിമ്പാണ് കേട്ടോ. നല്ല മധുരമുള്ള കരിമ്പാണ് നീലക്കരിമ്പ്. കുട്ടികൾക്കൊക്കെ വെട്ടി കൊടുക്കുക. പിന്നെ നല്ല വണ്ണത്തിലുണ്ട് കേട്ടോ. നല്ല നീരുള്ള നല്ല കരിമ്പാണ് ഇവിടെ. പിന്നെ കരിമ്പിൻ്റെ ഒപ്പം നമ്മളിവിടെ കുറച്ച് പച്ചമുളകിൻ്റെ തൈ, വറ്റൽമുളക് ഉണ്ടല്ലോ, അതിൻ്റെ തൈ വെച്ചിട്ടുണ്ട്. കാന്താരി മുളക്, ഇത് കാന്താരി മുളകാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ ഇത് പച്ചമുളകിൻ്റെ തൈകളാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു പപ്പായ മരമുണ്ട്. പിന്നെ അതുപോലെ കാന്താരി മുളകിൻ്റെ തൈകളാണ് ഇവിടെ ഉള്ളത്. കാന്താരി മുളകുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ഗ്രാമ്പൂവിൻ്റെ ഒരു തൈയുണ്ട്. പിന്നെ അപ്പുറത്തുള്ള ആ ഒരു കഴുതൻ്റെ മാതിരി കഴുത ഉണ്ടല്ലോ, അത് ചോറ്റോല അറിയും. ചോറിലൊക്കെ നമ്മൾ നെയ്ച്ചോറിലൊക്കെ ഇടുന്ന ഒരു ഓല ആണ് കേട്ടോ അത്. പിന്നെ ഇവിടെയും പപ്പായ മരം വെച്ചിട്ടുണ്ട്. പിന്നെ തെങ്ങിൻ്റെ ഭാഗത്ത് കവുങ്ങിൻ്റെ തൈകൾ ഒരു 3 തൈ കവുങ്ങിൻ്റെ തൈ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ ചോറിലിടുന്ന ചോറ്റോല അറിയുന്നത്. നല്ലൊരു നെയ്ച്ചോറിൻ്റെ ഒരു വാസനയുണ്ട്. അത് നെയ്യൊക്കെ ഇടുന്നതിന് പകരം ഇതിട്ടാലും മതി കേട്ടോ. നമുക്ക് നല്ലൊരു നെയ്ച്ചോറിൻ്റെ ഒരു വാസന കിട്ടാൻ അത് ഈ കറിയിൽ ചുവറ്റിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു വാസന കിട്ടും. ഇവിടെയുണ്ട് ഒരു പപ്പായ മരം കേട്ടോ. ഇത് കാന്താരി മുളക്, നീല കളറുള്ള മുളകാണ് കേട്ടോ. നല്ല വലുപ്പമായിട്ടുണ്ട്. പക്ഷേ കായ്ച്ചിട്ടില്ല. ഒന്നുകൂടി വലുതായി കായ ഉണ്ടാവും തോന്നുന്നു. നല്ല വലുപ്പം, ഏകദേശം ഒരു 3/4 ആളെ വലുപ്പമുണ്ട് കേട്ടോ. ഒരു 2 മീറ്ററിൻ്റെ, ഒരു 1.5 മീറ്ററിൻ്റെ ഒക്കെ വലുപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ അത് അതിൻ്റെ അടുത്തുള്ളത് ഈ ഗ്രാമ്പൂവിൻ്റെ തൈയാണിത് കേട്ടോ. ഗ്രാമ്പൂവിൻ്റെ തൈയുണ്ട്. അവിടെയുണ്ട് ഒരു ചോറ്റോലൻ്റെ മരം. പിന്നെ അവിടെ തന്നെ ഒരു പപ്പായൻ്റെ ഒരു തൈയുണ്ട് കേട്ടോ. റെഡ് ലേഡിയാണ് പപ്പായൻ്റെ പുതിയത്. എന്താവും ഞാൻ കായ്ച്ചാൽ പിന്നെ ഇവിടെയൊക്കെ വഴുതനങ്ങ നമ്മൾ ഏകദേശം കായ തീർന്ന വലിയ തൈയായിട്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ തൈൻ്റെ അതിൽ വീണ്ടും പുതിയ നാമ്പുകൾ വന്ന് നല്ല കായ്കൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. പിന്നെ അതേമാതിരി തന്നെ ഇവിടെയൊക്കെ ഇഞ്ചി നട്ടിട്ടുണ്ട്. ഇഞ്ചിയും പിന്നെ ഈ ഇഞ്ചി ഉണ്ട്. അവിടെ ചേനുണ്ട്. ഇത് വിയറ്റ്നാം എയർലി പ്ലാവിൻ്റെ തൈയാണ് കേട്ടോ. അത് നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു. ഇത് തുളസിയാണ് കേട്ടോ. കൃഷ്ണ തുളസി. 2 സൈസ് തുളസിയാണുള്ളത്. ഒരു വെള്ള തുളസി, ഒന്ന് കൃഷ്ണ തുളസി. ഇത് ഒരു നീല കളറുള്ളതിനാണ് കൃഷ്ണ തുളസി എന്ന് പറയുക കേട്ടോ. ഇതാണ് കൂടുതൽ ഔഷധ ഗുണമുള്ളത്. ഇതിൻ്റെ വെള്ള കളറും ഉണ്ട്. പിന്നെ ഇത് ഈ ഭാഗത്താണ് നമ്മൾ ഇഞ്ചി നട്ടിട്ടുള്ളത് കേട്ടോ. ഇഞ്ചി ഉണ്ട്. പിന്നെ ഇത് കറിവേപ്പ് മരമാണ് ഇവിടെ കുറച്ച് നമ്മൾ കോവക്കൻ്റെ തൈ വെച്ചിട്ടുണ്ട് കേട്ടോ. കോവക്ക ഇങ്ങനെ പന്തൽമ ഇങ്ങനെ പടർന്നുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യം വിളവെടുത്തിട്ടുണ്ട്. നല്ല കായ്ഫലം തരുന്ന ഒരു കോവക്ക ഇനാണിത്. പിന്നെ അതുപോലെ ഈ ഭാഗത്ത് ഇതാണ് നമ്മൾ പട്ടൻ്റെ മരം കേട്ടോ. കറുകപ്പട്ടൻ്റെ മരമാണിത്. ഇതിൽ നമ്മൾ തോലെടുത്തിട്ടുണ്ട്. അതായത് ഇതൊരു മഹാഗണീൻ്റെ മരമാണ് കേട്ടോ. ഇതിന്മേൽ നമ്മൾ കുരുമുളക് നട്ടിട്ടുണ്ട്. കുരുമുളക് വെച്ച് ഇപ്പോൾ പടർന്നുകൊണ്ട് ഈ ചെടി ഒരു പൂവുണ്ടാകണ, നല്ല കൊലകളായിട്ട് പൂവുണ്ടാകണം. നമ്മളൊന്ന് പ്രൂൺ ചെയ്തിട്ട് അങ്ങനെ നിർത്തിയാണ്. അതിൻ്റെ സീസൺ ആകുമ്പോഴേ പൂവുണ്ടാവുള്ളൂ. ഇത് പപ്പായ റെഡ് ലേഡിയാണ്. 2 പപ്പായ തൈകളാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അതും നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പപ്പായ തൈകളുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ഇത് കിൻഡൽ വാഴയാണ് ഉള്ളത്. പിന്നെ അവിടെ ഇത് ഇവിടെയൊക്കെ കോവക്കൻ്റെ വള്ളിയുണ്ട്. അത് പടവലത്തിൻ്റെ പന്തലായിരുന്നു അത്. പിന്നെ ഇവിടെ പന്നിയൂർ കുരുമുളകിൻ്റെ തൈയാണ് കേട്ടോ. അതൊരു മുരിങ്ങ മരത്തമ്മലാണ് ചെയ്തിട്ടുള്ളത്. കായ്ക്കണ മുരിങ്ങ മരമാണ്. പിന്നെ ഇത് കോവക്കയാണ്. കോവക്ക പന്തൽ നമ്മൾ നല്ല ഉഷാറിൽ പടവലിൻ്റെ പന്തലാണെങ്കിലും ഈ കൂട്ടത്തിലാണ് നമ്മൾ ഈ കോവക്ക ചെയ്ത് കോവക്കൻ്റെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നല്ല ഉഷാറിൽ പന്തലിട്ടോ. ഇവിടെ ഒരു തെങ്ങിൻ്റെ തൈയുണ്ട്.
തെങ്ങിൻ്റെ ഈ ഭാഗത്ത് ഒരു തെങ്ങിൻ്റെ തൈ, 2 തെങ്ങിൻ്റെ തൈകൾ വെച്ചിട്ട് നല്ല ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ അത്. പിന്നെ അത് ഈ ഒരു തെങ്ങ് നമ്മൾ പ്രാവശ്യം പുതിയതായിട്ട് കായ്ച്ചതാണ് കേട്ടോ. പുതിയ പിന്നെ ചൊട്ടകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ചൊട്ട എന്നാണ് അതിൻ്റെ ആ പൂക്കളൊക്കെ പറയാം കേട്ടോ. പിന്നെ ഈ പുതിയതായിട്ട് പിന്നെ ചൊട്ട സൂം ചെയ്തപ്പോൾ കാണുന്നില്ലേ, അത് പുതിയതായിട്ടുണ്ടായതാണ് കേട്ടോ അത് ഈ പ്രാവശ്യമാണ് അത് കായ്ക്കുന്നത്. നല്ല പിന്നെ ഒരുപാട് കുലകൾ എല്ലാ പട്ടൻ്റെ സൈഡിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് തേങ്ങ ഉണ്ടാവുമെന്ന് കരുതണു. ഇതിൻ്റെ അതേമാതിരി ഇത് വെണ്ടയ്ക്കയാണ് കേട്ടത്. ഈ ഭാഗത്ത് വെണ്ടയ്ക്ക നമ്മൾ വിളവെടുത്തുനിന്ന് പിന്നെ വിളവെടുത്തതാണ്. പിന്നെ അത് കാണിക്കാൻ വിട്ടുപോയി. ഇത് എന്നാലും പിന്നെ ഇനി നാളെയാണ് വിളവെടുക്കുക. ഒന്നരാടട്ടും ചില ദിവസം നമ്മളെ ആവശ്യത്തിനനുസരിച്ചൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ വിളവെടുപ്പ്. 2 ദിവസം നിന്നാൽ അത് മൂപ്പ് കയറും. അപ്പോൾ ഡെയിലി വിളവെടുക്കണമാവും നല്ലത്. നമ്മൾ ഒന്നരാടട്ടോ അല്ലെങ്കിൽ ഡെയിലി അങ്ങനെയും ചെയ്യണുണ്ട് കേട്ടോ. കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഡെയിലി പിന്നെ വിളവെടുക്കും. അല്ലെങ്കിൽ കുറവാണെങ്കിൽ ഒന്നരാടട്ടാണ്. ഒന്നരാടട്ടാകുമ്പോൾ ചില വെണ്ടയ്ക്കകൾ മൂത്ത് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഇനിയിപ്പോൾ നാളെ നമ്മൾ ഇറക്കുമ്പോൾ ചിലതൊക്കെ മൂപ്പേറുന്നത്. പിന്നെ വ്ളാത്താങ്കര ചീര പറഞ്ഞ ചീരയാണ് കേട്ടോ. നല്ല ചീര നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. നല്ല വിളവും തരുന്ന ചീരയാണ്. നമ്മളിന്ന് ഒരു പ്രാവശ്യം ഫസ്റ്റ് വിളവെടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ വിളവെടുപ്പ് കാണിക്കാൻ വിട്ടുപോയി. നല്ല ഉഷാറായിട്ടുണ്ടാകുന്ന പിന്നെ ഒരു ചീരയാണിത്. 2 പച്ച ചീരണ്ട്, ചുവപ്പ് ചീരണ്ട്, വളാത്താങ്കര ചീര, അങ്ങനെ 3 സൈസ് ചീരയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് വഴുതനങ്ങയാണ് കേട്ടത്. വഴുതനങ്ങ അന്ന് നമ്മൾ ഇതിമെന്ന് നമ്മൾ പിന്നെ കറിക്കുള്ള വഴുതനങ്ങ ഉപ്പേരികളൊക്കെ വഴുതനങ്ങ അന്ന് എടുത്തിട്ടോ. പിന്നെ ചീര പിന്നെ ആ ചുവപ്പ് കളർ കാണുന്നതാണ് കേട്ടോ വ്ളാത്താങ്കര ചീര. അതിൽ കുറച്ചൊരു ഡാർക്ക് ചുവപ്പിലുള്ള അത് വ്ളാത്താങ്കര അല്ല, അത് നമ്മളെ അടുത്തുള്ള നാടൻ ചീരയാണ്. അത് പച്ച ചീര ഉണ്ട്. വഴുതനങ്ങ നമുക്ക് നല്ല ഉഷാറായിട്ട് കിട്ടണം. ഇവിടെയുണ്ട് കേട്ടോ ചീര ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ മുളകുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ പിന്നെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക.